നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ആ ഫൈനൽ വേർഷൻ, ബെസ്റ്റ് പേഴ്സൺ എന്നെല്ലാം പറയാം, അത് ജീവിതത്തിൽ റിവീൽ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ആ ബെസ്റ്റ് പേഴ്സണെ റിവീൽ ചെയ്തുകൊണ്ട് നമ്മൾ സംതൃപ്തരാവരുത്. എപ്പോഴും എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആ ഫൈനൽ വേർഷൻ, ബെസ്റ്റ് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അനന്തമായിട്ടുള്ളൊരു യാത്രയായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ലക്ഷ്യത്തിലെത്തി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വളരെ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ജേണിയാണ്. കാരണം ഇതിൽ കൂടുതൽ ആനന്ദം എന്താ ഉള്ളത്? അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. കണ്ണുകൾ അടച്ചിരിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം ഉള്ളിൽ നിന്നും പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഭൂമിയോടും അന്തരീക്ഷത്തോടുമെല്ലാം കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യുന്നതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. കുറച്ചു നേരം നമുക്ക് ആ സ്നേഹ സാന്നിധ്യത്തിൽ, ദിവ്യപ്രകാശത്തിൽ ധ്യാനം ചെയ്യാം. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മുടെ ഫൈനൽ വേർഷൻ, യൂണിഫൈഡ് പേഴ്സണാലിറ്റി ജീവിതത്തിൽ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിൽ മാനിഫെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ യാത്ര തുടരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ധ്യാന സമയത്ത് റിലാക്സേഷനും ശാന്തിയും സന്തോഷവും എല്ലാം അനുഭവപ്പെടാം. പക്ഷേ അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇപ്പോൾ ലാബോറട്ടറിയിൽ ഒരു മരുന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്തിൽ ഉപയോഗപ്രദമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതാണ് പ്രധാന ഭാഗം. അതുപോലെ നമ്മളിലുള്ള ഈ മാറ്റം, ഇത് ശരിക്കുമുള്ള മാറ്റമാണോ എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? നമ്മൾ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയം ഒരുപക്ഷെ ദിവസത്തിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഉപയോഗിക്കുമായിരിക്കാം. അത് നമ്മുടെ ജാഗ്രത അവസ്ഥയിലുള്ള, നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ് വേൾഡ്, മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ പ്രകടമാക്കണം. അത് നമ്മുടെ റോളാണ്. അപ്പോൾ ഇങ്ങനെ പ്രകടം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഞാനെന്നുള്ള ആ ഭാവം കാരണം ഉണ്ടാകുന്ന പല പേഴ്സണാലിറ്റീസ് ക്രമേണ ആ പ്യൂറായിട്ടുള്ള വേർഷനെ റിവീൽ ചെയ്യാൻ അനുവദിക്കുന്ന തരത്തിൽ പരിശുദ്ധീകരിക്കപ്പെടണം.
ചാനൽസ് എല്ലാം ഓപ്പൺ ചെയ്യപ്പെടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പേഴ്സണാലിറ്റീസൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന ചാനൽസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് എല്ലാം പരിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ഫൈനൽ വേർഷൻ തന്നെ നമ്മളിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിന് ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ശുദ്ധീകരണം നമ്മൾ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ സാധാരണ നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 20-25 മിനിറ്റ് ഈ ശുദ്ധീകരണം ചെയ്യാം. അതിൻ്റെ മെത്തേഡ് നമ്മൾ ഇതിന് മുമ്പേ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. വേണമെങ്കിൽ ഇനിയും നമുക്ക് വേറെ ദിവസം അത് വീണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റീസ് പ്യൂരിഫൈ ചെയ്യപ്പെടണം. അത് നമുക്ക് ശുദ്ധീകരണത്തിലൂടെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു. പക്ഷേ ഇച്ഛാശക്തി നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക സഹജമാർഗത്തിലെ 9ാമത്തെ മാക്സിമാണ്. ഈ പേഴ്സണാലിറ്റീസ് എല്ലാം റിവീൽ ചെയ്യേണ്ടത് ആ ഫൈനൽ വേർഷനെയാണ്. വേറെ ആരും ഇവിടെ മാനിഫെസ്റ്റ് ആവരുത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഹ്യൂമിലിറ്റിയാണ്, വിനയം. സഹജമാർഗത്തിലെ ഇപ്പോഴത്തെ ഗുരുനാഥനായിട്ടുള്ള ദാജി അദ്ദേഹം അനോണിമിറ്റീനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാനാണ് ഒരു കാര്യം ചെയ്തത് എന്നുള്ളത് ഇങ്ങനെ കാണിക്കാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഭാവം തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിഷനെ ബ്ലോക്ക് ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സ്ഥലത്ത് ഓരോരുത്തരും ഇങ്ങനെ മുഴച്ചു നിൽക്കും. അത് തന്നെ നമ്മുടെ ജീവിതത്തിന് കാണുന്നു. സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പകരം സ്വാർത്ഥത മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഫൈനൽ വേർഷനെ റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിനയം അനോണിമിറ്റിയിലേക്ക് നയിക്കുന്നു. ഞാൻ എന്നുള്ള ഈ ചെറിയ ഒരു ഭാഗം അല്ല റിവീൽ ചെയ്യപ്പെടുന്നത്. ഫൈനൽ വേർഷനായിട്ടുള്ള സ്നേഹമാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ ആയി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ മെഡിക്കൽ നോളജ് മാത്രമല്ല അവിടെ മാനിഫെസ്റ്റ് ആവേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വത്തിനേക്കാൾ ഉപരി മനുഷ്യത്വത്തിനും ആ ഫ്ലോ നൽകുന്ന സ്നേഹത്തിൻ്റെ ഫ്ലോ നൽകുന്ന ആ നമ്മുടെ ഫൈനൽ സ്രോതസ്സ്, ഉള്ളിലുള്ള സ്രോതസ്സ്, അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികളിലൊക്കെ അത്ഭുതം വരാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത്ഭുതങ്ങളായി മാറും. ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവുന്നു. മുത്തശ്ശിമാർ ഒഴിഞ്ഞിടുക എന്നൊക്കെ ചെയ്യും. എന്തെങ്കിലും അസുഖം വരുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞിടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തോട് നൽകുന്ന ഭക്ഷണം, സ്നേഹത്തോട് നൽകുന്ന മെഡിസിൻ, എന്തായാലും സ്നേഹത്തോടു കൂടി നല്ല വാക്കുകളോടി നൽകുക. അപ്പോൾ അതിൽ വിനയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ഞാൻ എന്നുള്ള ഭാവം പ്രവർത്തിക്കണം, പക്ഷേ ഒരു ചാനലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ ആറ്റത്തിൻ്റെ ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ് കാർബൺ. വളരെ വളരെ സ്പിരിച്വലായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ളൊരു ആറ്റമാണ് കാർബൺ. ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം വസ്തുക്കളിലും കാർബൺ ഉണ്ട്. കാർബൺ തൻ്റേതായിട്ടൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഒറ്റ എലിമെൻറ്റ് ഒരു ബ്രാഞ്ച് ഫങ്ഷൻ ചെയ്യാണ് കെമിസ്ട്രിയിൽ. മറ്റുള്ള എല്ലാ എലിമെൻറ്റ്സ് കൂടി ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനേക്കാൾ എത്രയോ അധികമാണ് കാർബൺ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാർബൺ ഈ അത്ഭുതം കൊണ്ടുവന്നത്? ലോകത്തെ ഫ്രീ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ എന്ന് കേട്ടു, 3% ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് നമ്മളെടുത്താൽ അതിലൊക്കെ കാർബൺ ഉണ്ട്. നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി കാർബണാണ്. കാർബണ് 4 ഇലക്ട്രോണേ ഉള്ളൂ. അത് എല്ലാ എലിമെൻറ്റ്സുമായിട്ടും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതാണ് ആദ്യത്തെ ക്വാളിറ്റി, ഷെയറിങ്. ഇപ്പം എല്ലാ എലിമെൻറ്റ്സിനും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കാർബൺ പറയുകയാണ്, വരൂ എനിക്ക് 4 ഇലക്ട്രോൺ ഉണ്ട്, നിങ്ങൾക്ക് എത്ര ഞാനായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ കാർബൺ 2 ഓക്സിജനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു, 4 ഹൈഡ്രജനായിട്ട് മീഥൈൻ ഉണ്ടാക്കുന്നു, പിന്നെ അതിലൊരു ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മോളിക്യൂളായിരുന്നു. അപ്പോൾ എല്ലാവരും സംതൃപ്തിപ്പെടുത്തുകയാണ്. അതാണ് ആദ്യത്തെ ക്വാളിറ്റി, ഷെയറിങ് ക്വാളിറ്റി. രണ്ടാമതെന്ന് പറഞ്ഞാൽ കാർബൺ ഒരിക്കലും സ്വയം പ്രകടിപ്പിക്കില്ല.
കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആ എലിമെൻറ്റിൻ്റെ ക്വാളിറ്റി മാനിഫെസ്റ്റ് ചെയ്യാൻ കാർബൺ അനുവദിച്ചു കൊടുക്കും. എന്നെ അറിയണമെന്നില്ല, നീ നിൻ്റെ ക്വാളിറ്റി കാണിച്ചോളൂ. ആണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി നിർവഹിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ ആ വിഷനാണ് മാനിഫെസ്റ്റ്. ഞാനല്ല അവിടെ കാണപ്പെട്ടിട്ടുള്ളത്, ഞാനവിടെ പ്രകടമാകണം എന്നുള്ളത് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ആ വിഷൻ, ആ ലക്ഷ്യം അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഒരു വിരൽ കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ പറ്റും എന്ന് ഞങ്ങളുടെ മാസ്റ്റർ പറയാറുണ്ട്. അതുപോലെ ഈഗോന് എത്ര വലിയ വിഷനാണെങ്കിലും ദർശനമാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. കാർബണിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാർബൺ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദം വരുമ്പോൾ ഡയമണ്ടായിട്ട് മാറുന്നു. പ്രഷർ അനുഭവിക്കുമ്പോൾ ഡയമണ്ടായിട്ട് മാറുന്നു. ഒരിക്കലും അതിനെ എതിർത്ത് സ്വയം നശിക്കുകയല്ല ചെയ്യുന്നത്, കൂടുതൽ പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ ആവണ്ടേ? നമ്മൾ പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്വാളിറ്റി കൂടുതൽ കാണിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ഡയമണ്ട്സ് ആയിട്ട് മാറും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ളതാണ്, അല്ല നമ്മൾ നശിപ്പിക്കാനുള്ളതല്ല. പ്രകൃതി കോൺസ്പയർ ചെയ്യണം നമ്മളെ നന്നാക്കാനായിട്ട്. നമ്മുടെ ബെസ്റ്റ് സ്വഭാവം റിവീൽ ചെയ്യുന്നത് വരെ പ്രകൃതി നമ്മളെ വിടില്ല. അതിനാണ് പണ്ട് പുനർജന്മ സങ്കല്പം എന്നൊക്കെ പറയുന്നത്. പല തിയറീസും ഉണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ പ്യൂരിഫൈ ചെയ്യുക. എങ്ങനെയാണോ ഒരു മൈനിൽ നിന്ന് കിട്ടുന്ന ഗോൾഡ് പ്യൂരിഫൈഡ് ഗോൾഡ് ആക്കുന്നത്, ആ ഒരു ക്വാളിറ്റി നമുക്ക് പഠിക്കേണ്ടതല്ലേ. കാർബൺ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു. നമ്മൾ പുറത്തേക്ക് വിക്ഷേപിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും അശുദ്ധികൾ എടുത്തു കളയാൻ കാർബൺ കൂടെ പോകുന്നു. എന്നിട്ട് അതേ കാർബൺ തന്നെ ഫോട്ടോസിന്തസിസിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, എല്ലാത്തിനും കാർബൺ ഉണ്ട്. അതെത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വാട്ടർ ഉപയോഗിക്കാറുണ്ട്, കാർബൺ ഉപയോഗിക്കാറുണ്ട്. പല്ല് തേക്കുന്നതിന് നമ്മൾ മുമിക്കരി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പല ടൂത്ത് പേസ്റ്റുകളും ചാർക്കോൾ ഉപയോഗിക്കുന്നു. മുഖത്തിന് കാന്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് തന്നെ ഉപയോഗിക്കും, കാർബൺ. അപ്പോൾ കാർബണിൻ്റെ ആ ഒരു വിനയം, ആ ഷെയറിങ് ക്വാളിറ്റി, അനോണിമിറ്റി, അത് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രോഗ്രസ്സിന് വളരെ വളരെ നല്ലതുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്നേഹമാണ് അവിടെ റിവീൽ ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള ബെസ്റ്റ് വേർഷനാണ് റിവീൽ ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ നിന്നും ആനന്ദത്തോടു കൂടി നൽകാൻ തയ്യാറാവണം, കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാവാം, പക്ഷെ നമ്മളെ ബാധിക്കില്ല. ഒരു ചെറിയ രോഗത്തെ മാഗ്നിഫൈ ചെയ്യുന്നത് നമ്മളാണ്, ചെറിയ പ്രശ്നങ്ങളെ മാഗ്നിഫൈ ചെയ്യുന്നത് നമ്മളാണ്. സ്നേഹത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടി നമ്മൾ അനോണിമിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാവുന്നത് കാണാം. നമ്മളവിടെ ഉണ്ടാവില്ല, പക്ഷേ വന്നു പോയതിന് ശേഷം വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് മറ്റുള്ളവർ അനുഭവിക്കുന്നു. സ്വയം വലിയ ആളാവാൻ ശ്രമിക്കുന്നവൻ ഒരിക്കലും വലുതാവില്ല. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹു ആർ ഹംബിൾ വിൽ ബി റേസ്ഡ് എന്നാണ്. ഇതാണ് അതിൻ്റെ ആന്തരാർത്ഥം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.